Hi, good evening, all. Good evening, sir. 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 എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം, സർ. നമസ്കാരം. നമസ്കാരം, സർ. നമ്മള് യൂണിവേഴ്സൽ ലോസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സീരീസ് ആണ്. അതിനകത്ത് ഇന്ന് വളരെ പ്രധാനമായ ഒരു നിയമമാണ് ദി ലോ ഓഫ് റിലേറ്റിവിറ്റി, പ്രപഞ്ചത്തിന്റെ ആപേക്ഷികതാ നിയമം എന്ന് പറയും. ഇതിനു മുമ്പ് ഒരു സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നത്. ഒന്ന്, നിങ്ങളുടെ ഈ ഒരു ചാറ്റിൽ തന്നെ കണ്ടതാണ്, ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു, പിന്നെയാണ് കണ്ടത്. മറ്റൊന്ന് യൂട്യൂബിൽ വന്നതുമാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, നമ്മൾ ഈ ഒരു നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ നമ്മുടെ ജീവിത മുന്നേറ്റത്തിന് നമ്മുടെ ലോ ഓഫ് കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് മറ്റുള്ളവരുടെ വാല്യൂ എടുക്കുന്നതിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളത്. അത് സത്യത്തിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് എന്തായാലും അത് ചോദിച്ചത് നന്നായി. മറ്റുള്ളവരുടെ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന് വാല്യൂ എന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ടാകുമെങ്കിൽ കൂടിയും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാനുള്ളത്, മനസ്സിലാക്കുവാനുള്ളത്, നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെന്നൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിനെ വികസിപ്പിക്കുവാനും ഉയർത്തുവാനും എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടാം. നമ്മുടെ ഒരു മനുഷ്യൻ എന്നുള്ളതിൽ നമ്മുടെ പ്രാഥമികമായ ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രാഥമികമായ ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചയും വികസനവുമാണ്. വളർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ജനിക്കുന്ന സമയത്തേക്കാൾ ആ ഒരു അവസ്ഥയല്ല, നമ്മൾ ഭൂമിയിൽ ഒരു സാർത്ഥകമായ ഒരു ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകണം. അതായത് വലിയൊരു എല്ലാ മേഖലയിലും ഒരു വികസനം, ഡെവലപ്മെന്റും ഉണ്ടായി ഒരു നിറഞ്ഞ ഒരു പൂർണ്ണമായ ഒരു മനുഷ്യനായിട്ട് വേണം നമ്മൾ കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് ജീവിച്ച് ഏറ്റവും ഉയർന്ന തലത്തിൽ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരു പൂർണ്ണത ഉണ്ടാവുക. അപ്പോഴാണ് ഒരു ഡെവലപ്മെന്റ്, നമ്മൾ ജനിച്ച ഒരവസ്ഥയെക്കാളും അപ്പോൾ ഉണ്ടായിരുന്ന പരിസ്ഥിതിയെക്കാളും ഒക്കെ വളർന്ന് വലുതായി വലിയവനാവും എന്നൊക്കെ പറയില്ലേ. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, നമ്മുടെ ഒരു മനസ്സുകൊണ്ടും ഒരു ബുദ്ധി കൊണ്ടും ഒരു ചിന്താശക്തി കൊണ്ടും ചിന്താശേഷി കൊണ്ടും വിശാലമായ ഒരു കാഴ്ചപ്പാട് കൊണ്ടും എല്ലാ രീതിയിലും നമ്മൾ അറിഞ്ഞ് വളർന്ന് വലുതാവുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ. അപ്പോൾ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത തലമുറ നമ്മൾ ഏറ്റെടുത്ത് പിന്നെയും മുന്നോട്ട് പോകും. അങ്ങനെയാണ് ആ ഒരു ചെയിൻ പോലെയാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു വികസനത്തിനും വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെയാണ് വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതായത് നമുക്ക് ഈ ജീവിതത്തെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വികസിപ്പിക്കാനുള്ള ആന്തരികമായ കഴിവും ശക്തിയും ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കഴിവുകളെയെല്ലാം പുറത്തെടുത്ത് അവന്റെ വാല്യൂവിനെ വർദ്ധിപ്പിച്ച് വികസിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വാല്യൂ ഉപയോഗിച്ച് വേണം വികസിക്കുവാൻ. അപ്പം അതിനെന്തൊക്കെ വേണമോ അതെല്ലാമാണ് വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് സമ്പത്ത്. നമ്മൾ കരുതുന്ന സമ്പത്ത് മാത്രമാണ്, അല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് മാത്രം സമ്പത്ത് മാത്രം കൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അവന്റെ മനസ്സിന്റെ ശാന്തത ഒരു വാല്യൂ ആണ്. അവന്റെ ആരോഗ്യം ഒരു വാല്യൂ ആണ്. അവന്റെ സമയം
ഒരു വാല്യൂ ആണ്. അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ്റെ സമയത്തിനൊരു വിലയുണ്ട്. അവൻ്റെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തെ സുസ്ഥിരമായിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുള്ളൂ. അതിന് അത് വാല്യൂ ആണ്. അവൻ്റെ ചുറ്റുമുള്ള ആളുകളുമായിട്ടുള്ള അവൻ്റെ ബന്ധങ്ങൾ അവൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇതെല്ലാം ആണ് വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് ഓരോരുത്തരുടെ അവകാശമാണ്, അവർക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അങ്ങനെ ഓരോരുത്തർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ, അതായത് അറിഞ്ഞോ അറിയാതെയോ അവരുടെ അനുവാദമില്ലാതെ കടന്നെടുക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മളിൽ നിന്ന് കോമ്പൻസേഷൻ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഉദ്ദേശിച്ചത്. അതേസമയം നമുക്ക് കോമ്പൻസേഷൻ ലഭിക്കുന്നത് നമ്മൾ ഈ ഒരു മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ഈ പറഞ്ഞതായ വാല്യൂവിനെ ആഡ് ചെയ്യുവാൻ നമുക്ക് എന്തെല്ലാം കഴിയുമോ അതാണ് നമ്മുടെ ധർമ്മം. മറ്റു മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിനും വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായ രീതിയിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുവാൻ തക്ക വിധമുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ വാല്യൂ ആഡ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ നമുക്ക് കിട്ടും. വാല്യൂ നമ്മൾ അവരിൽ നിന്ന് കവർന്നെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ അതിനനുസരിച്ച് കുറയും. ആ കോമ്പൻസേഷൻ നമ്മുടെ ലൈഫിനകത്ത് പല രീതിയിൽ നഷ്ടപ്പെടും. അതാണ് അതുകൊണ്ട് ലോ ഓഫ് കോമ്പൻസേഷൻ പറയുന്നത്. അതായത് മറ്റു മനുഷ്യരുടെ ജീവിതത്തെ വളരുവാനും വികസിക്കുവാനും ആവശ്യമായ രീതിയിൽ നമ്മൾ അവരുടെ വാല്യൂവിനെ ആഡ് ചെയ്യുക നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്. അത് നമ്മുടെ ബിസിനസ് കൊണ്ടായാലും നമ്മുടെ ജോലികൾ കൊണ്ടായാലും എല്ലാം. ഇപ്പം നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അത് മറ്റു മനുഷ്യർക്കുടെ സർവീസാണ് ആ ജോലിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആ സർവീസ് നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ ജീവിതം എളുപ്പമാവുകയാണ്. അപ്പോൾ അവരുടെ വാല്യൂവിനെ ആഡ് ചെയ്യുകയാണ്. അതേസമയം നമ്മൾ നമ്മുടെ സർവീസിൽ അലസത കാണിക്കുകയും അവർക്ക് അവകാശപ്പെട്ട വാല്യൂവിനെ നമ്മൾ തടയുകയും ഒക്കെ ചെയ്താലോ? പലരും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ കെടുകാര്യസ്ഥത, അലസത ഒക്കെ കൊണ്ട് മറ്റുള്ളവരുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നടത്തിക്കുക. ഒരു കാര്യം നമ്മൾ കൃത്യസമയത്ത് നമ്മുടെ അലസത കൊണ്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലുള്ള ചിന്താരീതി കൊണ്ട് മറ്റുള്ളവരുടെ സമയത്തെ നഷ്ടപ്പെടുത്തുമാറ് അവരെ നടത്തിക്കുക. അതെല്ലാം സത്യത്തിൽ ഈ വാല്യൂവിനെ എടുക്കുന്നതിൽ വരും. മറ്റുള്ളവരിൽ നിന്ന് വാല്യൂവിനെ കവർന്നെടുക്കുന്നതിൽ വരും. അതിനനുസരിച്ച് കോമ്പൻസേഷൻ ലൈഫിൽ നിന്ന് പോകാൻ ലോ ഓഫ് കോമ്പൻസേഷൻ പറയുന്നത്. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മറ്റു മനുഷ്യരുടെ ജീവിതത്തിൽ എളുപ്പമാക്കി കൊടുക്കുന്ന രീതിയിലുള്ള എന്തെല്ലാം സർവീസുകൾ നമ്മൾ നൽകുന്നുവോ ആ സർവീസിനനുസരിച്ചുള്ള ബിസിനസ് ആകട്ടെ മറ്റ് ജോലികളാകട്ടെ എല്ലാം വികസിക്കുന്നത് കാണാം. അത് യൂണിവേഴ്സ് നൽകുന്ന കോമ്പൻസേഷനിലൂടെയാണ് വികസനം നടക്കുന്നത്. അതാണ് നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഐഡിയ നമുക്ക് വേണം. ഞാൻ ബിസിനസ് നടത്തുന്നത് സമ്പത്തുണ്ടാക്കുവാൻ തന്നെയാണ്, എന്നാൽ കൂടി അൾട്ടിമേറ്റ് ഫസ്റ്റ് എയിമെന്ന് പറഞ്ഞാൽ അത് മറ്റു മനുഷ്യന്റെ ജീവിതത്തെ എളുപ്പമാക്കി കൊടുക്കുവാൻ എൻ്റെ ഈ ബിസിനസ്സിലൂടെ സാധ്യമാകുന്നുണ്ട്. അതൊരു കട നടത്തിയാലും ശരി തന്നെ, ഞാൻ ആ കട നടത്തുന്നത് കൊണ്ട് അതിനകത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു മനുഷ്യരുടെ ജീവിതത്തെ എളുപ്പമാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയാണ് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൂല്യബോധം അത് വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ആ സമൂഹം വലിയ രീതിയിൽ വികസിക്കും. നമുക്ക് ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള വികസനം ഉണ്ടാകും. അതാണ് ലോ ഓഫ് കോമ്പൻസേഷൻ പഠിപ്പിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരും ക്ലാസ്സുകളിൽ പറയാം സാന്ദർഭികമായിട്ട്. അത് ഒന്ന്. രണ്ടാമത്തത്, ഇപ്പൊ ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം. ഇപ്പൊ വാല്യൂവിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും മറ്റു മനുഷ്യരുടെ ജീവിതത്തെ എളുപ്പമാകുന്നതാണ്. മറ്റു മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ട കാര്യമാണ് വാല്യൂ. അത് നമ്മൾ കവർന്നെടുക്കുന്നത് വാല്യൂവിനെ എടുക്കുന്ന തുല്യമാണ് കോമ്പൻസേഷൻ. സത്യത്തിൽ റിലേഷൻഷിപ്പ് വരെ സത്യത്തിൽ ഒരു വാല്യൂ ആണ്. അല്ലെങ്കിൽ ഞാൻ ഓവറായിട്ട് കടക്കുന്നില്ല. സത്യത്തിൽ റിലേഷൻഷിപ്പിനകത്ത് തന്നെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ, ഈ ഒരു മറ്റു മനുഷ്യരുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു കയറി സ്റ്റീൽ ചെയ്യുന്ന പരിപാടിയുണ്ട്.
അത് സത്യത്തിൽ വാല്യൂവിന്റെ വലിയ രീതിയിലുള്ള കവർന്നെടുപ്പാണ്, വലിയ രീതിയിലുള്ള കോമ്പൻസേഷൻ എടുക്കുന്ന രീതിയാണ്. മാഡം ലൂയിസൊക്കെ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പ് സ്റ്റീലിംഗ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ ബന്ധങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങളിലേക്കൊക്കെ കടന്നു കയറിയിട്ട് അവരുടെ ബന്ധങ്ങളിൽ നിന്ന് പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ, പിന്നെ പുറമേ നിന്നുള്ള ബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ റിലേഷൻഷിപ്പിലേക്ക് കടന്ന് അറിയാവുന്നല്ലോ, ഒരു നോർമലൈസ് ചെയ്യപ്പെടുകയാണ് അതൊക്കെ വളരെയധികം. പക്ഷെ അതിന് കോമ്പൻസേഷൻ ആ ലൈഫിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വലിയ നഷ്ടങ്ങൾ ജീവിതത്തിനകത്ത് ഉണ്ടാകും. കാരണം ഒരു വേദന ഒരു ഫാമിലിയിലേക്ക് കൊടുക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ആ ഒരു കടന്നു കയറിയിട്ട് ആ വേദനകൾ കുടുംബത്തിലേക്ക് കയറി വാല്യൂവിനെ എടുക്കുമ്പോൾ ആ കോമ്പൻസേഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വികസനത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് അവരുടെ സപ്പോർട്ടാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക, അവൻ്റെ മനസ്സിന് ശാന്തത, സമാധാനം, സന്തോഷം, അവൻ്റെ ആരോഗ്യം, മനസ്സിന്റെ ശരീരത്തിന്റെ ആരോഗ്യം എല്ലാം വാല്യൂവിൽ വരും. അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു പ്രവർത്തനം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ അവരിൽ നിന്ന് വാല്യൂ എടുക്കുകയാണ്, വാല്യൂ കവർന്നെടുക്കുകയാണ്, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു മറ്റൊരു ക്വസ്റ്റ്യൻ. നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അതായത് സംസാരത്തിലൂടെയും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിലൂടെയുള്ള ലോ കോമ്പൻസേഷന്റെ വയലേഷൻ ഞാനും എൻ്റെ കൂടെ ഉള്ളവരും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനി നമ്മൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ വേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉത്ഭയം തോന്നുന്നു എന്നുള്ളതാണ് ഒരു മെസ്സേജ്. അതിനെന്ത് ചെയ്യും? പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. കാരണം ഇതൊക്കെ പലർക്കും പുതിയ അറിവുകളാണ്. ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റും ലോ കോമ്പൻസേഷനും എല്ലാം പലരെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ അറിവുകളാണ്. അതൊക്കെ എങ്ങനെയാണ് ജീവിതത്തിനകത്ത് വരുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന വേദനകൾ പലതും മുൻകാലങ്ങളിലെ ആ ഒരു നിയമങ്ങളുടെ വയലേഷൻ മൂലം ഉണ്ടായതാണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയമാണ്. ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ നിലവിൽ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ ലൈഫിനകത്തുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മളത് തിരിച്ചറിയുകയും അതിൽ പശ്ചാത്താപം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഫർഗീവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിയമത്തെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഈ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റിനെ, ലോ ഓഫ് കോമ്പൻസേഷനെ. ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള അതിനെ വിശേഷിപ്പിക്കുന്നത് അയൺ ലോ ഓഫ് ദി യൂണിവേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാണ് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. അപ്പൊ ഞാൻ എൻ്റെ പ്രവർത്തനം കൊണ്ട് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഉള്ളിൽ കോസായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ എഫക്റ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ വരുമോ എന്ന് ഭയക്കുന്നവരുണ്ട്. പേടിക്കണ്ട, അതിനെ നമുക്ക് ഫർഗീവ് ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലൂടെയുള്ള ഫർഗീവ്നെസ്, അത് തീർച്ചയായിട്ടും ആ കോസ് ആൻഡ് എഫക്റ്റിനെ ശേഷിയുള്ള ഒരേ ഒരു പ്രാക്ടീസാണ് ഫർഗീവ്നെസ്. പശ്ചാത്താപവും അത് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്, തെറ്റിപ്പറ്റിപ്പോയി ക്ഷമിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള സെൽഫായിട്ടുള്ള ഫർഗീവ്നെസ്. എനിക്ക് ക്ഷമിച്ചു തരണം എന്നുള്ള ഒരു പ്രെയർ ഉണ്ട്. നമ്മൾ തന്നെ ചെയ്യാം. ആ താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫർഗീവ്നെസ് സപ്പോർട്ട് ചെയ്യുന്ന പ്രാക്ടീസാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള നിമിഷം തൊട്ട് ഈ നിമിഷത്തിലാണ് പവർ ഉള്ളത്. ഇനി സൂക്ഷിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിൽ. ഇതുവരെ ഉള്ളത് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ തെറ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും ഫർഗീവ്നെസ്സിനെ തേടിക്കൊണ്ട് നമുക്ക് അതിനെ ഹീൽ ചെയ്തെടുക്കാൻ കഴിയും. കോസ് ആൻഡ് എഫക്റ്റിനെ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയും ഫർഗീവ്നെസ് കൊണ്ട്. കോസ് ആൻഡ് എഫക്റ്റ് ഒരിക്കലും ഒരു വളയാത്തൊരു നിയമമെന്നാണ് പറയുന്നത്. പക്ഷേ ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലൂന്നിയ മാപ്പപേക്ഷ കൊണ്ട്, ഉള്ളിൽ നിന്ന് ആ ഒരു സ്പിരിച്വൽ ഭാഗത്ത് കൊണ്ട് കൊടുക്കുന്ന ഒരു മാപ്പപേക്ഷ കൊണ്ട് ആ ഒരു കർമ്മദോഷങ്ങളെ നമുക്ക് ഹീൽ ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കുക, ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക. അതാണ് ചെയ്യുവാനുള്ളത്. ഇപ്പൊ ഇത് കേട്ട് ഭയക്കേണ്ട കാര്യമില്ല. ഇതുവരെ ചെയ്തിട്ടുള്ളതിന് നമുക്ക് നല്ല രീതിയിൽ ഫർഗീവ്നെസിന്റെ പ്രാക്ടീസുകൾ കൊടുത്തുകൊണ്ട് ആ ഒരു താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, മാപ്പ് തരണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അതിനെല്ലാം മാപ്പ് കിട്ടും, ലഭിക്കപ്പെടും. അതിന് ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അത് ഡിലീറ്റ് ചെയ്യും, ആ ഒരു കർമ്മത്തിന്റെ ഒരു ഭാഗം. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമ്മൾ കൂടുതൽ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ നല്ല കർമ്മങ്ങൾ, കൂടുതൽ നന്മകൾ ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് ആ ഒരു
യൂണിവേഴ്സിനോടുണ്ടായിരുന്ന ഒരു കടത്തെ മാറ്റിയിട്ട് യൂണിവേഴ്സിനോട് ഒരു ക്രെഡിറ്റാക്കി മാറ്റുക. അതാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ച എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ, സിമ്പിളെന്ന് തോന്നും പക്ഷെ വളരെ സുപ്രധാനമായ, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു നിയമമാണ് ദി ലോ ഓഫ് റിലേറ്റിവിറ്റി, ആപേക്ഷികതയുടെ നിയമം എന്ന് പറയും. ഇതും നമ്മൾ ഇതുവരെയുള്ള നിയമങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന നിയമങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ നിയമങ്ങളും പരസ്പര പൂരകങ്ങളാണ്, ഒന്നിനോട് മാറി നിൽക്കുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഇപ്പം മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നമ്മുടെ ഓരോ മനുഷ്യന്റെയും ജീവിതം എന്ന വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഉള്ളതാണ് എന്നുള്ളത്. ഓരോ മനുഷ്യരും ജനിക്കുന്നതും മുന്നോട്ട് പോകുന്നതും വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടിയാണ്. അപ്പോൾ ഈ വികസനം, അതായത് ഉയർച്ചയും ഈ ഉയർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, ഉയരുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ, നമ്മൾ ഒരു ഉയരങ്ങളിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളിപ്പോൾ ഒരു ഉയർന്ന ഒരു ബഹുനില കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഓരോ നില കയറുമ്പോഴും പടികൾ ചവിട്ടിയല്ലേ കയറാൻ പറ്റും. പടികൾ ചവിട്ടി, അതായത് സ്റ്റെപ്പുകൾ വെക്കണം. നമുക്ക് സ്റ്റെപ്പുകൾ വെക്കണം. അതായത് മുകളിലേക്ക് കയറുവാൻ എപ്പോഴും, മുകളിലേക്ക് കയറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എപ്പോഴും റെസിസ്റ്റൻസ് ഉണ്ടാകും, സ്റ്റെപ്പുകൾ ഉണ്ടാകും. ഈ സ്റ്റെപ്പുകൾ കയറുക എന്ന് പറഞ്ഞാൽ താഴത്തെ തറകളിലൂടെ നടക്കുന്നതിന് പോലെ എളുപ്പമല്ല, ചലഞ്ചിങ് ആണ് സ്റ്റെപ്പുകൾ കയറുക എന്ന് പറഞ്ഞാൽ. മുകളിലത്തെ നിലയിലേക്ക് പോയാൽ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ലഭിക്കും, പക്ഷെ ആ സ്റ്റെപ്പുകൾ കയറുക എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് ആണ്. സ്റ്റെപ്പുകൾ കയറുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കാലുകൾ വേദന എടുക്കും, കാല് കഴപ്പുണ്ടാകും, ക്ഷീണമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറാതെ ഇരുന്നാലോ, നമുക്ക് മുകളിലോട്ട് കയറണം, പക്ഷെ സ്റ്റെപ്പുണ്ട്. പക്ഷെ സ്റ്റെപ്പിൽ മുമ്പിലെത്തുമ്പോൾ നമുക്ക് അതിന് കയറാൻ മടിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉയരില്ല, നമ്മൾ ഉയരത്തിലേക്ക് പോകില്ല, താഴെ തന്നെ നമുക്ക് നിൽക്കേണ്ടതായി വരും, താഴെ തന്നെ നമ്മൾ നിൽക്കേണ്ടതായി വരും. ഇതുപോലെയാണ് സത്യത്തിൽ ജീവിതത്തിനകത്ത് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും, ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളും വിഷയങ്ങളും സത്യത്തിൽ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വളർച്ചയുടെയും ഉയർച്ചയുടെയും വികസനത്തിന്റെയും ഭാഗമായാണ് വരുന്നത്. വളർച്ചയുടെയും വികസനത്തിന്റെയും ഭാഗമായാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കാര്യവും സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിന് ആപേക്ഷികമായിരിക്കും ആ ഒരു കാര്യം ഉണ്ടാവുക. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി ജീവിതത്തിനകത്തുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് തരുന്നത് ഒരു ചലഞ്ചായിട്ടാണ്, ഒരു സ്റ്റെപ്പ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു പടി സ്റ്റെപ്പായിട്ടാണ് തരുന്നത്. അതായത് ആ സ്റ്റെപ്പിൽ ചവിട്ടി നമ്മൾ മുകളിലോട്ട് ആ സ്റ്റെപ്പിൽ ചവിട്ടി അത് നമ്മൾ കടന്നാൽ മാത്രമേ നമുക്ക് ഉയരുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ കാണുന്നോ അതിന് ആപേക്ഷികമായിരിക്കും ആ കാര്യങ്ങൾ എന്നുള്ളതാണ്. അതിനെയാണ് ദി ലോ ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പ്രതിസന്ധിയെ നമ്മൾ കാണുന്ന രീതിയെ അപേക്ഷിച്ചിരിക്കും അത് ആ കാര്യം മാറി വരുന്നത്. നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ ഫേസ് ചെയ്യുവാൻ താല്പര്യമില്ലാതെ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ പ്രതിസന്ധിയിൽ നിന്ന് മാറി നടന്നാൽ നമുക്ക് ഒരിക്കലും ഉയരുവാൻ കഴിയില്ല എന്നുള്ളതാണ് ദി ലോ ഓഫ് റിലേറ്റിവിറ്റി പഠിപ്പിക്കുന്നത്. സത്യത്തില് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ഓരോ വിഷയങ്ങളും തുടക്കത്തിൽ ന്യൂട്രലായിരിക്കും, യഥാർത്ഥത്തിൽ ന്യൂട്രലാണ്. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അത് ആപേക്ഷികമായി വരുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. രണ്ടാളുകളുണ്ട്, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. രണ്ടുപേർക്കും ഏതാണ്ട് തുല്യമായ തസ്തികയിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്.
രണ്ടുപേർക്കും ഒരു സുപ്രഭാതത്തിൽ ആ കമ്പനിയിൽ നിന്ന് ആ ജോലി രണ്ടുപേർക്കും ഒരുമിച്ച് നഷ്ടപ്പെടുകയാണ്. രണ്ടുപേരെയും പിരിച്ചു വിട്ടു. രണ്ടുപേരുടെയും ജീവിതത്തിനകത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജോലി നഷ്ടപ്പെടുന്നു എന്നൊരു പ്രതിസന്ധി ഘട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു രണ്ട് വ്യക്തികളും ആ ഒരു പ്രതിസന്ധിയെ നോക്കിക്കാണുമ്പോൾ ആ പ്രതിസന്ധി ആപേക്ഷികമായി മാറുന്നു. അതായത് ഒരു വ്യക്തി കരുതുകയാണ്, എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാന മാർഗമാണിത്, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്, ഞാനിനി എങ്ങനെ ജീവിക്കുമെന്ന് കരുതി അയാൾ ആ ഒരു പ്രതിസന്ധിയെ വല്ലാതെ നോക്കിക്കാണുകയാണ്. ആ ഒരു പെർസെപ്ഷൻ, ആ ഒരു നോക്കിക്കാണലുണ്ട്. ഞാനിനി എങ്ങനെ ജീവിക്കും, എനിക്കിനി രക്ഷയില്ല എന്നുള്ള രീതിയിൽ ആ ഒരു വല്ലാതെ മാനസികമായ ബുദ്ധിമുട്ടോടുകൂടി ആ ഒരു പ്രതിസന്ധിയെ നോക്കിക്കാണുന്നതും ഒന്ന്. രണ്ടാമത്തെ വ്യക്തി ആ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെ, അതായത് ആ ഒരു പ്രതിസന്ധി, അതായത് ആ ഒരു നെഗറ്റീവായ സാഹചര്യത്തെ അയാൾ വളരെ പോസിറ്റീവായാണ് നോക്കിക്കാണുന്നത്. അയാൾ കാണുകയാണ്, നന്നായി, എനിക്ക് ഈ ഒരു ജോലി ഇപ്പൊ പോയത് കൊണ്ട് ഞാൻ ഒരു കംഫർട്ട് സോണിലേക്ക് പോകാതെ എനിക്കിനി പുതിയതായിട്ടുള്ള എൻ്റെ കരിയറിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ മാറ്റാം, ഒരു പുതിയൊരു പാത എനിക്ക് വെട്ടിത്തുറക്കുവാൻ ഇതൊരു വലിയൊരു അവസരമാണ്. എൻ്റെ ഉള്ളിലെ കഴിവുകളെ എല്ലാം പുറത്തെടുത്ത് എനിക്ക് പുതിയൊരു കരിയർ കണ്ടെത്താനുള്ള നല്ലൊരു അവസരമാണ് ഇത് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു പ്രതിസന്ധി ആപേക്ഷികമാവുകയാണ്, റിലേറ്റീവ് ആവുകയാണ്. അപ്പോ ആ ആദ്യത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അകം ലോകത്ത് അയാൾ സൃഷ്ടിക്കുന്നത് എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത്, അതുകൊണ്ട് തന്നെ എനിക്കിനി മുന്നോട്ടില്ല എന്ന് അയാൾ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുകയും അതിനെക്കുറിച്ച് പിന്നെ അയാളുടെ ജീവിതത്തിന്റെ നെഗറ്റീവായ വശത്തെക്കുറിച്ച് അയാൾ ഉള്ളുകൊണ്ട് വല്ലാതെ നോക്കിക്കാണുകയും ഫീൽ ചെയ്യുകയും ചെയ്യുമ്പോൾ അതന്നെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്, ഒരു വീക്ഷണം. ആ ഒരു വലിയ പവറാണ്, സ്പിരിച്വൽ പവറാണുള്ളത്. ആ ഒരു പെർസെപ്ഷനെ അയാൾ നോക്കിക്കാണുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് അയാളുടെ ആ പെർസെപ്ഷൻ അനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ തുടർന്ന് വരും. അയാൾ കൂടുതൽ കൂടുതൽ നെഗറ്റീവായ സാഹചര്യം അയാൾ അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ്. അതേസമയം രണ്ടാമത്തെ വ്യക്തി ആ ഒരു നെഗറ്റീവായ സാഹചര്യത്തെ വളരെ പോസിറ്റീവായി എടുക്കുകയും ആ ഒരു കാഴ്ചപ്പാടിലൂടെ ആ ഒരു പ്രതിസന്ധിയെ നോക്കിക്കാണുകയും ചെയ്യുമ്പോൾ അയാളുടെ അകം ലോകമാണ് സത്യത്തെ അയാളുടെ സൃഷ്ടിക്കുന്നത്. അയാളുടെ അകം ലോകത്ത് എനിക്കിതൊരു വലിയ അവസരത്തിനുള്ള സാധ്യതയാണുള്ളത്, പുതിയൊരു കരിയറിലേക്ക് എനിക്ക് എത്തണം, അല്ലെങ്കിൽ പുതിയൊരു ഡെവലപ്മെന്റിലേക്ക് എനിക്ക് പോകണം എന്നുള്ള ആ അത്യധികമായ ആത്മവിശ്വാസത്തോടു കൂടി അയാൾ ചിന്തിക്കുമ്പോൾ അയാൾക്ക് അതിനനുസരിച്ചുള്ള വികസനത്തിനും ഡെവലപ്മെന്റിനും അല്ലെങ്കിൽ വളർച്ചയ്ക്കുമുള്ള അവസരം അയാളുടെ ജീവിതത്തിനകത്ത് വരുന്നത് അയാൾ കാണാൻ കഴിയും. ഇതാണ് ദി ലോ ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ, ചലഞ്ചസിനെ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ട് നോക്കിക്കാണുന്ന, അതായത് നമ്മുടെ പെർസെപ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കണ്ണിലൂടെ നമ്മൾ നോക്കിക്കാണുന്ന നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പെർസെപ്ഷനിലൂടെ നമ്മുടെ മുന്നിൽ വരുന്ന നിലവിലുള്ള ഏത് പ്രതിസന്ധിയെയും നമുക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് അതിനെ പോസിറ്റീവാക്കി നമുക്ക് അനുകൂലമാക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോഴാണ് സത്യത്തിൽ ഒരു മനുഷ്യൻ ഡെവലപ്പ് ആകുന്നത്. ആ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നെഗറ്റീവായി എടുക്കാതെ ആ ഒരു പ്രതിസന്ധിയെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പോസിറ്റീവായി നോക്കിക്കാണാനുള്ള ഒരു മനോഭാവം വയ്ക്കുമ്പോൾ അയാൾക്ക് ആ ഒരു പ്രതിസന്ധി മാറി വളരെ പോസിറ്റീവായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ദി ലോ ഓഫ് റിലേറ്റിവിറ്റി പഠിപ്പിക്കുന്നത്. അതേസമയം നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ പ്രതിസന്ധി വരികയാണ്, എനിക്ക് അതിനെ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാൽ ആ പ്രതിസന്ധി വിട്ടുപോകില്ല എന്ന് മാത്രമല്ല സമാനമായ പ്രതിസന്ധികൾ കൂടുതലായി പ്രത്യക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? ഒരു ഐഡിയക്ക് വേണ്ടിയാണ് ജസ്റ്റ്. കാരണം പറഞ്ഞാൽ
സബ്ജക്റ്റ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാത്തൊരു വിഷയമായതുകൊണ്ട് തന്നെ ആ ഒരു താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിനകത്ത് വളരെ കാരണം നമ്മുടെ ഇന്നർ വേൾഡിൽ ചില പാറ്റേണുകൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഓരോരോ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മുമ്പിൽ ചലഞ്ചിങ് ആയിട്ട് വരും. അതിനെ നമ്മൾ നേരിടാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതൊരു ഡെവലപ്മെന്റിന്റെ ഭാഗമായി മാറും നമ്മുടെ ജീവിതത്തിനകത്ത്. അതാണ് ദി ലോ ഓഫ് റിലേറ്റിവിറ്റി. പക്ഷെ നമ്മളെ നേരിടുന്ന മുമ്പ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നതിന് ഒരു പ്രധാന നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ വലിയൊരു സ്വാധീനമുണ്ട്. നമ്മുടെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യം, മനുഷ്യന്റെ കണ്ണുകൊണ്ട് ഒരു സത്യത്തിൽ നമ്മളൊരു വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്ന ആ രീതിക്ക് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ആ ഒരു സബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു അതിനനുസരിച്ച് ആ പെർസെപ്ഷൻ വളരെ പവർഫുൾ ആണത്. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ആ പെർസീവ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു കാര്യം മാറി വരും. അതാണ് അതിനനുസരിച്ച് ആപേക്ഷികമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത്. ചിലർക്ക് ഈ സാമ്പത്തികമായ കടങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ചിലർക്ക് ഏതാനും ആയിരങ്ങളായിരിക്കും അവരുടെ കടം. അവർ പറയും, ഞാൻ വലിയ കടമാണ്, എനിക്ക് വലിയ കടത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വലിയ കടം ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്യും, ആ ഒരു മാനസികമായ ഒരു അവസ്ഥയിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. വലിയ കടമാണ് എനിക്ക് അറിയില്ല അതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എന്നുള്ള രീതിയിൽ ഭയങ്കരമായ രീതിയിൽ അവർ ജീവിതത്തിൽ ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു അവസ്ഥയെ നോക്കിക്കാണുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു അവസ്ഥയെ നോക്കിക്കാണുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടുകയും ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ പ്രതിസന്ധി കൂടിക്കൂടി വരും. ആ ഒരു കടത്തിൽ നിന്ന് മോചിതനാവുകയോ അല്ലെങ്കിൽ അതിന് മാറ്റം ഉണ്ടാക്കുവാനോ ഒന്നും കഴിയില്ല. അതിൽ നിന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു അവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ ചിലർക്ക് ചിലപ്പോൾ കോടികളായിരിക്കും കടം. എന്നാൽ അവർക്ക് ആ ഒരു കടത്തെ നോക്കിക്കാണുന്ന വേറൊരു അവസ്ഥയിലാണ്. അത് കുറച്ച് കടമുണ്ട്, അത് മാറ്റാൻ കഴിയും, അതെനിക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ കഴിയും എന്നൊരു ആ ഒരു പെർസെപ്ഷൻ ഉണ്ട്, ആ ഒരു നോക്കിക്കാണുന്ന ഒരു രീതി. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവർ കുറേ നാൾ കൊണ്ട് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ ഒരു വിഷയങ്ങളിൽ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് ഈസി ആയിട്ട് കയറി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് ജീവിതം മാറും. ഓരോ കാര്യത്തിനകത്തും അത് തന്നെയാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ചലഞ്ചസും സത്യത്തിൽ നമുക്ക് വളരാനുള്ള ഒരു അവസരമായിട്ട് കാണുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട 5 പോയിന്റാണ് റിലേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്നാമത്തത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ ചലഞ്ചിനെയും വളരുവാനും വികസിക്കുവാനുമുള്ള ഒരവസരമായി കാണണം എന്നുള്ളതാണ്. നമ്മൾ അതിനെ ഫേസ് ചെയ്ത് അതിന്റെ ഒരു വേറൊരു വെർഷൻ, നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ട് അതിനെ എങ്ങനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ആ പ്രതിസന്ധിയെ കാണാൻ കഴിയണം. കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ കാണുകയും നമ്മൾ അതിനെ ഈസി ആയിട്ട് നമ്മളതിനെ കടന്നു പോകുന്നതായിട്ട് നമ്മൾ പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വീക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് വീക്ഷിക്കുവാൻ കഴിഞ്ഞാൽ ആ പ്രതിസന്ധി ക്രമേണ മാറുന്നത്, നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ സ്വയം ഒന്ന് കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മുടെ ഒരു അവസ്ഥ, നമ്മുടെ നിലവിലത്തെ ജീവിതാവസ്ഥയെയും മറ്റുള്ളവരുടെ ജീവിതാവസ്ഥയെയും വെച്ച് നമ്മൾ സ്വയം ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിലവിലുള്ള ഏറ്റവും ഉള്ള കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, നന്നായിട്ട് അതിനെ നോക്കി കണ്ടുകൊണ്ട് നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമേണ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് നടക്കുന്നു, അതുകൊണ്ട് എനിക്ക് അതുപോലെ ആകാൻ കഴിയാത്തത് കൊണ്ട് ഞാനൊരു പരാജയം, കമ്പാരിസൺ വരുന്നൊരു വലിയ ബുദ്ധിമുട്ട് അതാണ്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം ഇതായതുകൊണ്ട്, അങ്ങനെ ബെറ്റർ ആയിട്ടുള്ളത് കൊണ്ട് എൻ്റെ ജീവിതം നെഗറ്റീവാണ് എന്നൊരു ആറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ ജീവിതത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ആ പെർസെപ്ഷൻ, നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട്
നമ്മുടെ ഉള്ളിൽ നിന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി നമ്മുടെ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ പറ്റാതെ പോകും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിനകത്തും എപ്പോഴും ഈ ഒരു എമ്പതറ്റിക് ആയിട്ട് കാണണം എന്നുള്ളതാണ്. ബന്ധങ്ങളെ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നോക്കിക്കാണാൻ കഴിയണം. അതായത് നമ്മൾ ഒരു വ്യക്തിയായിട്ടൊരു പേഴ്സണലായിട്ടൊരു ഇഷ്യൂ ഉണ്ട്, ഒരു ആർഗ്യുമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. നമ്മുടെ ചിന്ത, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. അതാണ് ആ ഒരു വിഷയം ഒരിക്കലും പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മറ്റ് വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുകൂടി ആ ഒരു വിഷയത്തെ ഒന്ന് നോക്കിക്കാണുവാൻ നമ്മൾ പഠിക്കണം. അതായത് നമ്മൾ നോക്കുമ്പോൾ കാരണം നമ്മൾ വളർന്നു വന്നതുപോലെ ആകില്ല മറ്റ് വ്യക്തികൾ വളർന്നു വന്നത്. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. മറ്റ് വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ നെഗറ്റീവായിട്ടുള്ള പോയിന്റുകളെ ചൂണ്ടിക്കാട്ടി നമ്മൾ വല്ലാതെ സംസാരിക്കുകയും നമ്മളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മൾ സഹാനുഭൂതിയോടുകൂടി എമ്പതറ്റിക്കലി അവരുടെ ഒരു ഭാഗത്തു നിന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. അവരെങ്ങനെയാണ്, അവരായിരുന്നു നമ്മളെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം. അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമല്ലേ, അത് നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുകയും ആ ഒരു രീതിയിൽ അവർ സഹാനുഭൂതിയോടുകൂടി നമ്മൾ അവരെയും കൂടി നമുക്ക് നോക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നമുക്ക് വലിയ രീതിയിൽ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ഏതൊരു വിഷയവും ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കിക്കാണണം. നമുക്ക് നിലവിൽ ഒരു ചെറിയ പ്രതിസന്ധി വന്നു, ആ പ്രതിസന്ധിയെ നമ്മൾ നോക്കിക്കാണാനുള്ളത് ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, ഒരു പ്രതിസന്ധി വന്നു, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ വന്നു. പലരും ചെറിയ അവസ്ഥകളൊക്കെ വരുമ്പോൾ വലിയ നെഗറ്റീവായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് പോവുകയും സ്വന്തം ജീവൻ ഉപേക്ഷിക്കാൻ വരെ തോന്നുകയൊക്കെ ചെയ്യും. ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് അസസ് ചെയ്യണം, സ്വയം ഒന്ന് അസസ് ചെയ്യണം. ഒരു 5 വർഷം കഴിഞ്ഞാൽ ഈ സംഭവം ഇവിടെ ഉണ്ടാകുമോ? അല്ലെങ്കിൽ ബേക്കിലോട്ട് നമ്മളെ ലൈഫ് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതിലേക്കാളും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നവരല്ലേ, നമ്മളതിനെ അതിജീവിച്ചില്ലേ? ഈ ഒരു നിലവിലുള്ള ഒരു ചെറിയൊരു വിഷയം എത്ര സിമ്പിൾ ആയിരിക്കും കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ. അപ്പൊ നമ്മളതിനെ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് ആ ഒരു വിഷയത്തെ നമ്മൾ പെർസീവ് ചെയ്യുമ്പോൾ സത്യത്തിൽ നമുക്ക് ആ ഒരു വിഷയത്തെ ഈസി ആയിട്ട് ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങളെയും നമുക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ കഴിയും. നമുക്ക് ഒരു ചലഞ്ച്, ലൈഫിനകത്ത് ഒരു ചലഞ്ച് ഉള്ളത് സത്യത്തിൽ നമുക്ക് ഉയരാൻ വേണ്ടി തന്നെയാണ്. ആ ചലഞ്ച് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് പടികളില്ലെങ്കിൽ നമുക്ക് മുകളിലോട്ട് കയറാൻ കഴിയില്ല. അപ്പൊ ചെറിയ ചെറിയ പ്രതിസന്ധികൾ ലൈഫിനകത്ത് തരുന്നത് അതിനെ ഓവർകം ചെയ്യുവാനുള്ള നമ്മുടെ കഴിവിനെ പുറത്തെടുത്തുകൊണ്ട് നമുക്ക് ഉയരുവാനും വളരുവാനുമാണ്. നമ്മൾ ആ പ്രതിസന്ധിയെ നമ്മൾ ഫേസ് ചെയ്യാതെ നമ്മൾ ഒഴിഞ്ഞു മാറി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വലി ഡെവലപ്പ് ആകില്ല, നമ്മൾ കോൺഷ്യസ്നെസ് ഉയരില്ല, നമ്മളവിടെ നിന്നു പോകും, റിട്ടാർഡ് ആവും എന്നാണ് പറയുന്നത്. സ്പിരിച്വലി റിട്ടാർഡ് ആവും, ഒരു മുരടിപ്പ് ഫീൽ ചെയ്യും, കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ നമുക്ക് അതിനെ നോക്കിക്കാണാം, വളരെ സന്തോഷപൂർവ്വം അതിന് അല്പം മാറി ഇതെനിക്കൊരു പ്രതിസന്ധി, ഇതൊരു ചലഞ്ചാണ്, ഇതെനിക്കൊരു വെല്ലുവിളിയാണ് ലൈഫിനകത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ക്രമേണ ഞാനിത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്കറിയാം ഒരു 3-4 കൊല്ലം കഴിയുമ്പോഴൊന്നും ഇതൊന്നും ഒരു വിഷയമാകില്ല. അപ്പൊ ഞാൻ ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടാണ് ആ ഒരു വിഷയം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആകുന്നത്. അപ്പൊ ആ നെഗറ്റീവായിട്ടുള്ള എൻ്റെ ചിന്തകളെല്ലാം ഞാൻ മാറ്റിയിട്ട് അതിനെ ഞാൻ പോസിറ്റീവായി ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുകയും ക്രമേണ എൻ്റെ ഉള്ളിലെ സ്പിരിച്വൽ പവർ, എൻ്റെ ആ കാഴ്ചപ്പാടിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഈ വിഷയത്തെ ഞാൻ പരിഹരിക്കുകയും ചെയ്യും എന്നുള്ളൊരു അടിയുറച്ചൊരു വിശ്വാസവും ആ ഒരു ചിന്താരീതിയും കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രശ്നം ക്രമേണ പരിഹരിക്കപ്പെടുന്നതും നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നതും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചലഞ്ച് ഉണ്ടാകുമ്പോൾ സത്യത്തിൽ നമ്മൾ
അതിനെ നന്ദിയോടുകൂടി കാണുക എന്നുള്ളതാണ്. നന്ദിയോടുകൂടി, അതായത് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളെയും നമ്മുടെ നിലവിലുള്ള ബുദ്ധിമുട്ടുകളെയും നമുക്ക് വളരുവാനുള്ള ഒരവസരമായി കണ്ടുകൊണ്ട് അതിന് കുറച്ചുകൂടി നന്ദിയോടുകൂടി നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടി നന്ദിയോടുകൂടി. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക ചലഞ്ചസിൽ. നമുക്ക് ഒരു വെല്ലുവിളികൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടരുത്. കാരണം അത് നമ്മുടെ ഉള്ളിൻ്റെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഈ കണ്ണാടിയുടെ ഉള്ളിലെ ഒറിജിനൽ അവിടെ ഉണ്ടാകുമ്പോഴാണ് കണ്ണാടിയിലെ പ്രതിബിംബം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ലൈഫിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. നമ്മൾ ആ ഒരു ഒറിജിനലിനെ നമ്മൾ മാറ്റാതെ, നമ്മൾ അതിനെ ഫേസ് ചെയ്ത്, നമ്മൾ അതിനെ ക്ലിയർ ചെയ്യാതെ നമ്മളെ കണ്ണാടി മാറ്റിയിട്ട് വേറൊരു കണ്ണാടി എടുത്തു വെച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കണ്ണാടിയുടെ കുഴപ്പം കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ആ കണ്ണാടി മാറ്റിയിട്ട് വേറൊരു കണ്ണാടി എടുത്തു വെച്ചാൽ നമ്മുടെ മുഖത്തെ കരി മാറും. നമ്മുടെ മുഖത്തൊരു കരി കണ്ടിട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ലൈഫിനകത്ത് ഉള്ള വിഷയങ്ങൾക്ക് സത്യത്തിൽ നമ്മൾ സ്പിരിച്വലി അതിനെ നോക്കി കണ്ടുകൊണ്ട് നമ്മളതിനെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ ഹീൽ ചെയ്യുമ്പോൾ അത് മാറും. അല്ലാത്ത പക്ഷം അതവിടെ ഉണ്ടാകും. അത് റിപ്പീറ്റ് ചെയ്ത് പാറ്റേൺ ആയിട്ട് ജീവിതത്തിനകത്ത് വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എനിക്കൊരു ഹീലിംഗ് ഉള്ള ഒരു അവസരമാണ്. അത് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റാണ്, സ്ട്രഗിൾ ഈസ് ഈക്വൽ ടു ഹീലിംഗ്. ഓർമ്മയില്ലേ പറഞ്ഞിട്ടുള്ളത്? സ്ട്രഗിൾ എന്ന് പറഞ്ഞത് ഒരു ഹീലിംഗിന്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിനകത്തൊരു ചലഞ്ചിങ് ഉണ്ടാകുന്നത് ഒരു ഹീലിംഗിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു ചലഞ്ചിങ് നമ്മൾ ഫേസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു പോർഷനായിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. താങ്ക് യു സോ മച്ച്. ഒരു ക്ലാരിറ്റി വന്നെന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു പുതിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ. എന്നാലും ആ പെർസെപ്ഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഞാൻ മുമ്പ് വീഡിയോകളിലെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. അത് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കണം. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നോ അതിനനുസരിച്ച് അവൻ്റെ ജീവിതത്തെ അവന് മാറ്റിയെടുക്കാൻ പറ്റും. വളരെ പ്രധാനമാണ്. കുട്ടികളുടെ കാര്യത്തിൽ പാരൻസ് എന്നുള്ള രീതിയിൽ ഞാൻ കുട്ടികളുടെ ഒരു പാരന്റിങ്ങിനെ കുറിച്ചുള്ള 2 വീഡിയോസിൽ ഞാൻ ഈ പോയിന്റ് എടുത്ത് പറയുന്ന ഒരു പോയിന്റാണ്. അത് ഈ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കാണുന്നതും അവർ നല്ല രീതിയിൽ വളരും, നന്നായിട്ട് വളർന്നു വരും, നല്ല കുട്ടികളായി അവർ മാറും എന്നൊരു കാഴ്ചപ്പാടോട് കൂടി, കാഴ്ചപ്പാട്, വാക്ക് ശ്രദ്ധിച്ചോളാം, കാഴ്ചപ്പാട്, പെർസെപ്ഷൻ നമ്മുടെ മുന്നിൽ നമ്മളോടുകൂടി അവർ നോക്കിക്കാണുമ്പോൾ അവർക്ക് ആ നമ്മുടെ ഉള്ളിൻ്റെ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് അവർക്ക് ലഭിച്ചുകൊണ്ട് അവരുടെ സ്വഭാവത്തിലും അവരുടെ ചിന്താരീതികളിലും എല്ലാം മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിനകത്ത് ഏതൊരു വിഷയവും. ഈ കാഴ്ചപ്പാട്, പെർസെപ്ഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് വളരെ പവർഫുൾ ആണ്. വലിയ കാര്യം, മനുഷ്യന് മാത്രമാണ് ആ കഴിവുള്ളത്. സ്വന്തം ആ ഒരു കാഴ്ചയിലൂടെ ആ നോക്കിക്കാണുന്ന രീതിക്ക് ആ സബ്ജക്റ്റിനെ മാറ്റാനുള്ള പവറുണ്ട് സ്പിരിച്വലി. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അതിനൊരു വിശ്വാസം, ദി ലോ ഓഫ് റിലേറ്റിവിറ്റി എപ്പോഴും ദി ലോ ഓഫ് റിലേറ്റിവിറ്റിയെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ട് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ഇതിനെ നെഗറ്റീവായിട്ടല്ല എടുക്കാനുള്ളത്, ഇതിനെ ഞാൻ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട്, ഇതിനെ സിമ്പിളായിട്ട് കണ്ടുകൊണ്ട് ഞാൻ ഇതിനെ മാറ്റിയെടുക്കും. സിമ്പിളായിട്ട് കണ്ടുകൊണ്ട്, അല്ല ഞാൻ വലിയൊരു ഭീകരാവസ്ഥയായിട്ട് കണ്ടുകൊണ്ട് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭീകരാവസ്ഥയായിട്ട് തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഏതൊരു വിഷയത്തെ ആയാലും ആ ഒരു രീതിയിലാണ് നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുവാൻ എന്നുള്ളതാണ്. അത് ആപേക്ഷികമാണ്. നമ്മൾ നോക്കിക്കാണുന്ന രീതിക്ക് റിലേറ്റീവായിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കാണുന്ന രീതിക്ക് തന്നെ റിയാലിറ്റിയെ ഷെയ്പ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്, റിയാലിറ്റിയെ മോൾഡ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ കൈവച്ച് ഒരു കളിമൺ പ്രതിമകളെ അല്ലെങ്കിൽ കളിമൺ പാത്രങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്ന പോലെ നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മുടെ ചിന്തകൾക്കും നമ്മൾ നോക്കിക്കാണുന്ന ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയ്ക്കും ആ ഒരു റിയാലിറ്റിയെ മോൾഡ് ചെയ്ത് എടുക്കുവാനുള്ള റീഷേപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ലോ ഓഫ് റിലേറ്റിവിറ്റി നമ്മൾ പഠിപ്പിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ? താങ്ക് യു അമൽ ദേവ്, താങ്ക് യു സോ മച്ച്.
ആരാണ് നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തത്? പ്രദീപെ അൺമ്യൂട്ട് ചെയ്താൽ നോക്കിയേ. റോബിൻ, ഞാനാണ് സർ. ആ പറഞ്ഞോളൂ സാർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്റെ ഒരു സംശയം, സാർ ഇപ്പൊ പറഞ്ഞ പ്രിൻസിപ്പിൾ എല്ലാം തന്നെ ഫണ്ടമെന്റലി സാർ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും തുല്യരായ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിനെ കാണുന്ന രീതിയിൽ എനിക്ക് തോന്നി. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കഴിവുണ്ടല്ലോ, ഒരു ഫസ്റ്റ് 5 വർഷം കൊണ്ട് ഫോം ചെയ്യുന്ന ഫോർമേറ്റീവായ ഒരു കോൺഫിഡൻസ്, അത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായി നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ, നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു മൂലധനം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയൊരു ഫാക്ടർ അല്ലേ? അങ്ങനെയാണെങ്കിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി രണ്ടുപേർ അപ്ലൈ ചെയ്യുമ്പോൾ അത് 2 രീതിയിൽ വരില്ലേ? ഇതാണ് എന്റെ സംശയം. ഇത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാല് അത് വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും 2 വ്യക്തികൾക്ക് ഉണ്ടാകുക. അതാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതാണ് റോബിൻ പറഞ്ഞതുപോലെ. സ്റ്റാർട്ടിങ്ങിൽ അത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഈ കഴിവുകൾ ചെയ്യുന്നത്. ചെറിയ വേരിയേഷൻസ് ഒക്കെ മാത്രമേ ജന്മന ആ ഒരു സബ് കോൺഷ്യസ് പാറ്റേണിൽ ചിലർക്ക് സഞ്ചിതമായിട്ടുള്ള കുറച്ച് പാറ്റേൺസ്, നെഗറ്റീവ് പാറ്റേൺസ് ഒക്കെ ഉള്ളതൊഴിച്ചാൽ ആൾമോസ്റ്റ് എല്ലാവർക്കും ഒരേ കഴിവോടുകൂടി തന്നെയാണ് ജനിച്ചു വീഴുന്നത്. പക്ഷേ വളർന്നു വരുന്ന സാഹചര്യം, അവരുടെ പാരന്റിങ് രീതി, അവരുടെ കുടുംബാന്തരീക്ഷം, പിന്നെ സ്കൂളിംഗ്, അവിടെയുള്ള മറ്റ് സാഹചര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഈ കാഴ്ചപ്പാടിനെ ഈ ലോകത്തെ പെർസീവ് ചെയ്യുന്ന രീതിയെ മാറ്റുന്നുണ്ട്. അതാണ് പോയിന്റ്. നമുക്കത് അറിയില്ലായിരുന്നു. നമ്മൾ ലോകം എങ്ങനെ നോക്കിക്കാണുന്നു അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടമുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കിക്കാണാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ പോലെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ കാണുന്നത്, നമുക്ക് ഇതൊന്നും ഈ ഒരു അറിവുകൾ നമ്മൾ എത്താത്തതെല്ലാം പ്രധാന കാരണം അതുകൊണ്ടാണ്. പക്ഷെ തീർച്ചയായിട്ടും 2 പേര് ക്വസ്റ്റ്യൻ ലാസ്റ്റിൽ എന്നായിരുന്നു, 2 പേര് സെയിം അങ്ങനെയല്ലേ? എങ്ങനെയെന്ന് ഒന്നുകൂടെ പറയൂ. ലാസ്റ്റില് 2 പേര് ഇതിനെ കാണുമ്പോൾ ആ 2 പേരുടെയും സ്റ്റാർട്ടിങ് കോൺഫിഡൻസ് ലെവലിന്റെ വ്യത്യാസം അനുസരിച്ച് 2 പേരും 2 രീതിയിൽ ഫേസ് രണ്ട് രീതിയിലായിരിക്കും ഫേസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ലോകം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് പിന്നെ കുറച്ച് കടമുണ്ട്, കുറച്ചെന്ന് പറയാൻ പറ്റില്ല, ഒരാൾക്ക് ഏതാനും ആയിരങ്ങൾ കടമുള്ളപ്പോൾ അവര് ആ ജീവിതത്തെ നോക്കിക്കാണുന്ന വലിയ കടബാധ്യതയുള്ള ആളായിട്ടാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് തന്നെ പലരും വന്ന് സാറേ വലിയ കടത്തിലാണ് എന്ന് പറയും. എനിക്ക് കടം ഒന്ന് മാറുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയും. നോക്കുമ്പോൾ എത്രയും 30,000 35,000 രൂപയൊക്കെ ആയിരിക്കും അവരുടെ കടം. എന്നാല് അത്ര കടമുള്ള ആൾക്കാരാണ്. അതേസമയം കോടികൾ കടമുള്ള ആളുകൾ വന്നിട്ട് പറയും എനിക്ക് കുറച്ച് കടമുണ്ട്, അത് പക്ഷെ മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർ കുറച്ച് നാളുകൊണ്ട് ഈസി ആയിട്ട് അവനെ ഓവർകം ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിപ്പോ അതാണ് പറഞ്ഞത്, ആ വളർന്നു വരുന്ന രീതി, കാഴ്ചപ്പാട്. ചിലർ കണ്ടിട്ടില്ലേ, കോവിഡ് സമയത്ത് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് നേരെ പോയി ജീവൻ ഒടുക്കി കളഞ്ഞു. കോവിഡ് അതായത് അവർക്ക് താങ്ങാൻ കഴിയില്ല. അവർ അത്ര ചിലർ എത്ര വലിയ ബുദ്ധിമുട്ടാണ് സാഹചര്യ രോഗ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിനെ ഓവർകം ചെയ്യാൻ കഴിയും. അതിനനുസരിച്ച് അവർ അതിനെ ഓവർകം ചെയ്ത് വരികയും രോഗാവസ്ഥകളെ ഓവർകം ചെയ്ത് നോർമൽ ലൈഫിലേക്ക് വരികയും ചെയ്യും. അപ്പം അത് വളർന്നു വരുന്ന സാഹചര്യമാണ് ഓരോ മനുഷ്യന്റെയും സബ് കോൺഷ്യസ് മൈൻഡ് പാറ്റേണുകൾ സൃഷ്ടിക്കുന്നതും അതിനനുസരിച്ച് അവരുടെ പെർസെപ്ഷനിൽ മാറ്റമുണ്ട്. ആ പെർസെപ്ഷൻ, നോക്കിക്കാണുന്ന രീതി അവരുടെ ജീവിതത്തെ ആപേക്ഷികമാക്കുന്നുണ്ട്. അതാണ് ഈ ഒരു നിയമം പറയുന്നത്. താങ്ക് യു. റോബിന് ഈ അടുത്ത കോഴ്സിലുണ്ടെന്ന് തോന്നുന്നു, ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഓർമ്മിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആരായിരുന്നു ചോദിച്ചത്? ഈ പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പിരിച്വൽ പ്രാക്ടീസ് നമുക്ക് വളരെ ഉപകാരമല്ലേ? തീർച്ചയായിട്ടും സനൂപ്, തീർച്ചയായിട്ടും. അത് നമുക്ക് ഈ ഒരു പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ഈ പ്രാക്ടീസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആ ഒരു ഉള്ളിനകത്തുള്ള ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന് നെഗറ്റീവ് പാറ്റേൺസ് ആണ് നമുക്ക് ഈ ഒരു നെഗറ്റീവ് പെർസെപ്ഷനിൽ ഉണ്ടാകുന്നതിന് കാരണമായി മാറുന്നത്. അപ്പം നമുക്ക് ഈ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ പ്രാക്ടീസുകളല്ല, ഈ താങ്ക് യു മെഡിറ്റേഷൻ ആയാലും മറ്റ് അഫർമേഷൻസ് ഒക്കെ ആയാലും മറ്റ് നമ്മുടെ ഈ ഒരു കർമ്മങ്ങളെ കുറിച്ചുള്ള അവയർനെസ്സും അതിനനുസരിച്ചുള്ള ചിട്ടയായ ഒരു ജീവിതവും എല്ലാം നമ്മുടെ പെർസെപ്ഷനെ മാറ്റും.
എപ്പോഴും പറയുന്നത് നമ്മൾ സത്യത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ ചെയ്യുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും നന്നായി ജീവിക്കുകയും നല്ല സ്വഭാവമുള്ള വ്യക്തികളുമായി മാറുമ്പോൾ തന്നെ നമ്മുടെ പെർസെപ്ഷനൊക്കെ മാറും ക്രമേണ. അതാണ് എപ്പോഴും പറയുന്നത്. ക്യാരക്ടർ പ്യൂരിഫിക്കേഷനൊക്കെ ഇതിന്റെ ഭാഗമായി വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് സാർ ഇപ്പോ പറഞ്ഞോളൂ. കർമാസ് ഇപ്പോൾ വളരെ പ്യൂർ ആയിരിക്കും, അത് ഇമ്പോർട്ടന്റ് ആണ്. കർമാസ് പ്യൂർ ആയിരിക്കണം. നമുക്ക് ഇനി നമ്മളിപ്പോ ഈ അറിവിലേക്ക് എത്തിയ സ്ഥിതിക്ക് നമ്മൾ പരമാവധി ഇനി കർമ്മകൾ വയലേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണം. നമ്മളെ പ്രവർത്തികൾ നമ്മൾ ഈ വാല്യൂവിന്റെ അത് മനസ്സിലാക്കണം. മൂല്യബോധമുള്ള മനുഷ്യരാകണം. മറ്റുള്ളവരുടെ മൂല്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്യുകയും അവരുടെ ഒരു വാല്യൂവിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാവുകയും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ലൈഫിനെ ചിട്ടപ്പെടുത്തുകയും വേണം. അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. താങ്ക് യു. വേറെ എന്തെങ്കിലും സാറേ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചോളൂ, അതിനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക്. എൻ്റെ പേര് ആനന്ദൻ, ഞാൻ മനക്കുടി തൃശ്ശൂർ ജില്ലയിലാണ്. ഏകദേശം സാറിൻ്റെ ക്ലാസ്സുകൾ ഞാൻ കേൾക്കാറുണ്ട്, അതിനെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. സാറിൻ്റെ താങ്ക്സ്, അതുപോലെ തന്നെ ഒപ്പനോ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും എൻ്റെ മനസ്സിലത്തെ പഴയ കാലത്തിലത്തെ ആ സംഭവങ്ങൾ, പേടി എന്നൊക്കെ സാറ് പറയുന്നത് പോലെ പേടി, അത് വീണ്ടും എത്ര തന്നെ ശ്രമിച്ചിട്ട് അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് കുറച്ചല്ല, വളരെയേറെ പിന്നിലാണ് ഇപ്പോൾ. സാരമില്ല, അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഈസി ആയിട്ട് ആ ഒരു താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ നന്നായിട്ട് ഒന്നുകൂടെ ഏകാഗ്രമായിട്ട് ചെയ്യും കേട്ടോ. താങ്ക് യു അത് വളരെയധികം ഇതുപോലുള്ള ഭയം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ നമ്പേഴ്സ് കൂട്ടിയിട്ട് കുറച്ചുകൂടെ ഏകാഗ്രമായിട്ട് പരമാവധി ഏകാഗ്രത ആക്കുക. അത് എല്ലാത്തിനും ഹീൽ ചെയ്യാൻ കഴിയുന്ന ഒരു മന്ത്രമാണ് സത്യത്തിൽ താങ്ക് യുവിന്റെ ആ പ്രാക്ടീസ്. അത് കുറച്ചുകൂടെ ഒന്ന് ഏകാഗ്രമാകുക, ഒരു മെഡിറ്റേഷൻ പോലെ ഏകാഗ്രമാക്കി ചെയ്യുക. ഒറ്റ സ്ട്രെച്ചിൽ 1000 എത്തിക്കുക. അതിൽ കൂടുതൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. 2000 എല്ലാം ഓരോ ദിവസം ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ മാനസികമായിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അത് ക്രമേണ വരും. ഇത്രയും നാളുണ്ടായിരുന്ന ഇപ്പൊ കുറച്ച് നാളല്ലേ ആയുള്ളൂ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ക്രമേണ ഡെവലപ്പായി വരും. ആ ഒരു മാറ്റത്തെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്, അതായത് ഒരു വില കൊടുക്കണം, അതായത് എനിക്കൊരു നന്ദി പ്രകടിപ്പിക്കണം. എനിക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്, എനിക്ക് ഞാൻ ബെറ്റർ ആകുന്നുണ്ട്, ഞാൻ കയറി വരുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത എപ്പോഴും അതിന് അങ്ങനെ സ്വയം ഒന്ന് എന്താ പറയുക, ഒന്ന് പുറത്തു കെട്ടി ഒന്ന് അഭിനന്ദിക്കണം. നന്നാവുന്നുണ്ട്, ബെറ്റർ ആവുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഒരു ഹാപ്പി ആവുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മൾ അത് സ്വയം പറയണം. ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്രമേണ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. നെക്സ്റ്റ് ലെവലിലേക്ക് ക്രമേണ അപ്പൊ ആ ഭയം എല്ലാം അങ്ങ് മാറും. അങ്ങനെയാണ്. അതായത് നമ്മൾ കുറച്ച് നാളുകളിലേ ആയുള്ളൂ. ചിലപ്പോൾ ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇതിനെ അടിഞ്ഞുകൂടി ഇരുന്നിട്ട് ചിലർക്കെങ്കിലും കുറച്ച് സമയം എടുക്കുക ഒന്ന് മാറി വരാൻ. കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരതയോടുകൂടി പ്രാക്ടീസ് ചെയ്യും, മാറ്റം ഉണ്ടോ? താങ്ക് യു സർ. താങ്ക് യു. മറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ഒരു 30 താങ്ക് യു പറഞ്ഞിട്ട് മറ്റ് ക്വസ്റ്റ്യൻസ് ശബ്ദം ക്ലിയർ അല്ലായിരുന്നു. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാനൊരു ഇതിൽ ചോദിക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ സാറോട് ചോദിക്കുകയാണ്. സാറേ, ഇപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ, അപ്പോ നമ്മള് എങ്ങനെ സാറേ ഇവരുടെ കാഴ്ചപ്പാട് മാറ്റാന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ അപ്പൊ അതിനെ മാറി ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റുക? കാരണം ഇവര് കാണിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. അത് അവരെ കാണിക്കുന്നത് നമ്മൾ കണ്ടു, അത് റിയാലിറ്റിയാണ്. നമ്മുടെ മനസ്സിനകത്താണ് അവരെ മാറ്റാനുള്ളത്. മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സിനകത്ത് നമ്മള് ക്ഷമയോടുകൂടി ഒരു നിമിഷം നമ്മളൊന്ന് എന്താ പറയുക, നമ്മൾ ഏതൊരു സംഭവം കാണുമ്പോഴും ഉടൻ തന്നെ ചെയ്യുന്നത് അതിലേക്ക് ഉടനെ അങ്ങ് റിയാക്ട് ചെയ്യുകയാണ്. ഉടനെ തന്നെ അതിന് അയ്യോ എന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പ്രതികരിച്ചിട്ട് ഉള്ളിനകത്ത് നമ്മൾ വലിയ ടെൻഷൻ കൊണ്ടുവന്ന് മനസ്സിനകത്ത് വലിയ ടെൻഷൻ ആക്കി വെക്കും. എന്നിട്ട് ആ ഒരു ടെൻഷന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ നോക്കിക്കാണുന്നത്. അതിന് പകരം ഒരു നിമിഷം പോസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഒരു നിമിഷം പോസ് ആൻഡ് അസസ് എന്ന് പറയുന്നത്. ഒരു നിമിഷം ഒന്ന് പോസ്, നമ്മൾ ഒന്ന് സ്റ്റക്കാക്കി, സ്വയം ഒന്ന് സ്റ്റക്കായി നിന്നിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട്
മെല്ലെ നമ്മൾ മനസ്സുകൊണ്ട് അതിനെ അസസ് ചെയ്യുക. നമ്മുടെ ചിന്തയുടെയും ഫലം കൂടി കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം ഞാൻ എന്നെ ഒന്ന് സ്വയം ഒന്ന് മനസ്സുകൊണ്ട് ഒന്ന് നമ്മളപ്പോൾ ഈ ഒരു താങ്ക്യൂൻ്റെ ഒക്കെ മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പോസ് ചെയ്യാനുള്ള കഴിവ് കിട്ടും. മനസ്സ് ചിന്തകളൊക്കെ നമുക്കൊരു അനാവശ്യമായിട്ട് ചാടുന്നത് എന്താ പറയുക കൺട്രോൾ ഇല്ലാതെ ചിന്തകൾ കയറി എന്നൊക്കെ കുറയും ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ അവർ ആയി മാറുന്നത്, അവരുടെ ക്യാരക്ടർ മാറുന്നത്, നല്ല കുട്ടികളായി മാറിയ രംഗം നമ്മുടെ മനസ്സിൽ കാണുക എന്നുള്ളതാണ്. അല്ല, നമ്മൾ മനസ്സിലാണ് നമ്മളെ അകം ലോകത്ത് നമ്മൾ സൃഷ്ടിക്കണം അവർ നല്ല കുട്ടികളാകുന്ന കാര്യം മനസ്സിൽ സൃഷ്ടിച്ചിട്ട് പിന്നെ അവരെ കാണുമ്പോഴും അതെല്ലാം നമ്മൾ ആ ഒരു രീതിയിൽ അവരെ നോക്കിക്കാണാൻ നമ്മൾ മെല്ലെ ശീലിക്കണം. ഇപ്പൊ ക്രമേണ അവരുടെ ക്യാരക്ടറിനകത്ത് മാറ്റം ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യണം. എൻ്റെ കഴിവുകൊണ്ടാണ് അവർക്ക് മാറ്റം ഉണ്ടാകുന്നത്, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് അവർക്ക് ഈ മാറ്റം ഉണ്ടാകുന്നത്. എനിക്ക് പവറുണ്ട്, ഞാനൊരു മാനിഫെസ്റ്ററാണ്, ഞാൻ പവർഫുള്ളാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ആ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ക്രമേണ അത് മാറി വരും. അല്ല ഒറ്റയടിക്കല്ല മാറുന്നത്. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ചെന്ന് കരുതിയിട്ട് ഒരു പിറ്റേ ദിവസം തൊട്ട് അവർ നല്ല കുട്ടികളായിട്ട് നടക്കണമെന്നല്ല. നമ്മുടെ ഒരു റിഫ്ലക്ഷൻ കൂടി ഉണ്ട് അവരുടെ ജീവിതത്തിനകത്ത്. അപ്പം നമ്മൾ ക്രമേണ ചിലപ്പോൾ കുറേ നാളുകൾ എടുത്തുന്നിരിക്കും, പക്ഷെ അവർ അൾട്ടിമേറ്റ്ലി അവർ മാറി നല്ല കുട്ടികളായി വരും. കുറേ നാളുകൾ എടുത്താണെങ്കിലും നമ്മൾ മാറി വരും. പക്ഷെ ആ ഒരു ഗ്രാജുവലി ഉള്ള ഇമ്പ്രൂവ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞ് എപ്പോഴും നമ്മൾ സ്വയം നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം, നമ്മൾ വിലമതിച്ചുകൊണ്ടേയിരിക്കണം ആ ഒരു മാറ്റത്തെ. അതല്ല നമ്മൾ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ട് പിറ്റേ ദിവസം അവരെന്തെങ്കിലും അതിനെ നെഗറ്റീവായിട്ട് കാണിച്ച ഉടനെ അയ്യോ ഒരു മാറ്റവും ഇല്ല, ഇവർക്കൊന്നും ഒരു മാറാനും പോകണ്ടേ എന്നും പറഞ്ഞിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ എന്താണ്, ആ കുറ്റപ്പെടുത്തലിലേക്കാണ് പിന്നെ നമ്മുടെ ഫോക്കസ് കൊടുക്കുന്നത്. ആ കുറ്റം തന്നെ അവർ പിന്നെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഇത് ക്രമേണ ഉള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഉള്ളിനെ നമ്മളൊരു എന്താ പറയുക, ഒരു ശില്പി ഒരു ശില്പം കൊത്തുന്നത് പോലെ അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നത് പോലെ ആകണം നമ്മുടെ ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്താൻ. അത് നമ്മുടെ മനസ്സിനകത്ത് അത്തരം ക്ഷമയോടുകൂടി വേണം നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ ഒരു മോൾഡിങ് കൊണ്ടുവരാൻ. അല്ലാതെ നമ്മൾ കുറച്ച് കളിമണ്ണ് എടുത്തിട്ട് എങ്ങനെ വാരിപ്പത്തി വെച്ചിട്ട് ശില്പം കിട്ടുന്നില്ലല്ലോ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ആ രീതിയിലാണ് സത്യത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത്. ജീവിതത്തിൽ 2 ദിവസം നമ്മൾ ഭയങ്കര അഫർമേഷൻ വിഷ്വലൈസേഷൻ കൊടുത്തിട്ട് 3-ാമത്തെ ദിവസം തൊട്ട് റിസൾട്ട് കിട്ടുന്നില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ജീവിതത്തിന് മാറിയെടുക്കാൻ കുറച്ച് സമയമാണ് എടുക്കുന്നത്. ഒരു ടൈമിൻ്റെ ഒക്കെ ഇതുണ്ട് നമ്മളെ ജീവിതത്തിനാണ്. അപ്പൊ ആ ഒരു സമയമൊക്കെ കൊടുക്കാൻ ക്ഷമ കാണിക്കണം, ഒരു കൺസിസ്റ്റൻസി വേണം, ഒരു സ്ഥിരത പുലർത്തണം. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. താങ്ക് യു. യെസ് ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസിന് സ്ഥിരത ഉണ്ടാവണം. യെസ്, താങ്ക് യു സോ മച്ച്. ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചോദിച്ചോളൂ ഷീന. സാർ, എനിക്ക് സംസാരിക്കാൻ പറ്റിയ സാഹചര്യം ഇല്ല. ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. സാർ നോക്കിയിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ റിപ്ലൈ നോക്കാം. നമ്മൾ ആത്മീയമായി വരുമ്പോൾ പ്രപഞ്ചം നമുക്ക് മുന്നിൽ വഴി തുറക്കും. അത് സാധ്യമാകുന്നത് എങ്ങനെയാണ്, തിരിച്ചറിയാൻ കഴിയുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഓരോ വ്യക്തികളെ അല്ലല്ല, ഇത് ഓരോ വ്യക്തികളെ യൂണിവേഴ്സ് തിരഞ്ഞെടുക്കുന്നില്ല, നമ്മളെല്ലാം ആ വ്യക്തികളാണ്. അത് ആത്മീയമായി വരുമ്പോൾ നമ്മുടെ മുന്നിൽ സത്യത്തിൽ നമ്മുടെ ആത്മീയമായ ഒരു പ്രപഞ്ചം നമ്മുടെ മുന്നിൽ വഴി തുറക്കുന്നു. നമ്മൾ ഓരോ വ്യക്തികളും ഓരോ ലോകമാണ്. നമ്മൾ ഓരോ വ്യക്തികളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഉയരുമ്പോൾ അത് അപ്ഗ്രേഡിങ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ലൈഫിനകത്ത്. ആ തിരിച്ചറിവ് നമ്മുടെ സ്വന്തം ചുറ്റുവട്ടത്ത് ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയാൻ കഴിയും. അത് അങ്ങനെയാണ് അത് വരുന്നത്. അത് നമ്മൾ ക്രമേണ അത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. നിരന്തരമായിട്ട് നിരീക്ഷിക്കുകയും അതിനെ നമ്മൾ വിലമതിക്കുകയും ചെയ്യണം. അത് അപ്രീഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ആ മാറ്റങ്ങൾ ഒറ്റയടിക്ക് മിറാക്കിൾ പോലെയൊന്നും അല്ല ജീവിതത്തിനകത്ത് എല്ലാവർക്കും അതുപോലെയല്ല സംഭവിക്കുന്നത്. ക്രമേണ ആയിരിക്കും ചില സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് ക്രമേണ ഉയർന്നു വരും. അതായത് ക്രമേണ മാറി വരും, ബെറ്ററായി വരും. ചുറ്റുവട്ടമുള്ള ആളുകളെല്ലാം മാറും എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാരക്ടർ, നമ്മളോടുള്ള സമീപന രീതി, അതിനെല്ലാം മാറ്റം ഉണ്ടാകും. നമ്മൾ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ, നമ്മുടെ ഈ ഒരു ബോധതലം ഉയരുമ്പോൾ, അതാണ് മനസ്സിലാക്കാനുള്ളത്. അത് കുറച്ചുകൂടെ പറയാനുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും പറയാം. ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി, അതിനകത്തോടെ വരും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്.
താങ്ക് യു അമ്പിളി. ഓക്കെ, താങ്ക് യു സർ. നമുക്കത് എൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കുക. ദി ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ചാനലിൽ. ദി ലോ ഓഫ് വൈബ്രേഷനിലൊക്കെ പറയുന്നത് നമ്മുടെ വൈബ് ഉയരുന്നതനുസരിച്ച് ചുറ്റുവട്ടമുള്ള ലോകം അതിനനുസരിച്ച് മാറി വരും. നമ്മുടെ ബോധതലം ഉയരും. നമ്മുടെ ബോധതലം ഉയരുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയൊക്കെയാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യും. അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ കാണുന്ന കാഴ്ചകളിലെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടമുള്ള ലോകം അതിനനുസരിച്ച് ബെറ്റർ ആയിട്ട് വരും. അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. മുമ്പ് എങ്ങനെയായിരുന്നു, വളരെ ലോ വൈബിലായിരുന്നപ്പോൾ എന്നോട് മറ്റുള്ളവർ പെരുമാറിയിരുന്നത് എങ്ങനെയെന്നും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വൈബിലേക്ക് വരുമ്പോൾ ആളുകൾ നമ്മളോട് പെരുമാറുന്നത് എങ്ങനെ, സംഭവങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയെന്നും ഒക്കെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. പുസ്തകം വായിച്ചത് മാത്രമല്ല, അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കുള്ള ചിന്താ രീതിയിൽ ആത്മവിശ്വാസം, അതിനനുസരിച്ച് നമ്മുടെ ലോകത്തെ നോക്കിക്കാണുന്ന രീതി, ആ നോക്കിക്കാണുന്നതിനനുസരിച്ച് ലോകം മാറുന്ന രീതി ആപേക്ഷികമാവും. നമ്മുടെ ലോകം മാറും. അതെല്ലാം വളരെ പ്രധാനമാണ്. മുമ്പ് ഒരിക്കലും കരുതിയിരുന്ന ഇതുപോലെ ഒരു ക്ലാസ് ഒക്കെ എനിക്ക് എടുക്കാൻ കഴിയുമെന്നൊന്നും കരുതിയിരുന്നില്ല. നമ്മൾ അന്ന് ലോവർ വൈബിലിരിക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, നമുക്ക് ഭയം തോന്നും. പക്ഷേ നമുക്കത് ഉയർന്നു വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ആ ഈസി ആയിട്ട് തോന്നുമ്പോൾ അതിനനുസരിച്ച് മറ്റുള്ളവർക്കും അത് ചുറ്റുവട്ടമുള്ള ആളുകൾക്കും അത് ആ രീതിയിൽ തോന്നും. നമ്മുടെ ഒരു അകം ലോകത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചിന്താരീതിക്ക് അനുസരിച്ച് ചുറ്റുവട്ടമുള്ള ലോകം മാറും. നമ്മുടെ അകത്തുനിന്നാണ് നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിശ്വാസം നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം. നമ്മളിലേക്കല്ല ജീവിതം വരുന്നത്, നമ്മളിൽ നിന്നാണ് ജീവിതം രൂപപ്പെടുന്നത്. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇന്നർ വേൾഡിൽ നിന്നാണ് ഔട്ടർ വേൾഡ് സൃഷ്ടിക്കപ്പെടുന്നത്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരു 30 താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ലേറ്റായി. പ്രദീപ് ഒന്ന് അൺമ്യൂട്ട് കൊടുക്കും. സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. എല്ലാവരും ഈ താങ്ക് യു മെഡിറ്റേഷൻ പറയുമ്പോൾ മാക്സിമം ഏകാഗ്രത പുലർത്താൻ ശ്രമിക്കണം കേട്ടോ. മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പറയണം. അതാണ് കൂടുതൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you, Thank you, sir. Thank you so much. Thank you. Bye bye. Bye bye. Bye bye.